ജിസൈലിന്റെ അടിവസ്ത്രം കഴുകി നടക്കാനും പിന്നെ നോമിനേഷൻ വരുമ്പോൾ അനീഷിന്റെ പേര് പറയാനും മാത്രമേ ആര്യൻ അറിയത്തുള്ളൂ. ഇതിൽ ആദ്യമേ പറഞ്ഞ കാര്യം അത് ഞാനായിട്ട് പറയുന്നതല്ലേ. നമ്മുടെ അബി നോമിനേഷൻ സമയത്ത് ആര്യനെ പറ്റി പറയുന്ന ഒരു പോയിന്റ് ആണത്. ആ ചൂണ്ടിക്കാണിച്ച പോയിന്റ് തെറ്റായിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കൂടാതെ നമ്മുടെ നെവിന് ഷാനവാസിനോടുള്ള കലിപ്പ് അങ്ങോട്ട് തീരുന്നില്ല കേട്ടോ. ഇപ്പോഴും ഷാനവാസിനെ തോണ്ടി നടക്കുകയാണ് നെവിന്റെ മെയിൻ ഒരു പണി, അല്ലെങ്കിൽ നെവിന്റെ മെയിൻ കണ്ടന്റ്. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയൊക്കെയാണ് നിങ്ങളെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. താഴെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതിലും ഒരു ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ നെവിൻ കിച്ചണിലൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഈ ഒരു പരിപാടി ഇതിന് മാത്രം നെവിൻ ഒരു കുറവുമില്ല. നെവിൻ ഇതിന് തന്നെയാണോ അതിനകത്തോട്ട് ചെന്നത്? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. വല്ല കൊക്കപ്പുഴുവിൻ്റെ അസുഖം ഉണ്ടായി കുഞ്ഞിന്. അവിടെ വരുന്ന ഫുഡ് മൊത്തം കഴിച്ചാലും നെവിൻ്റെ വിശപ്പ് മാറത്തില്ല എന്നുള്ളൊരവസ്ഥയാണ്. പിന്നെ ഭക്ഷണമല്ലേ, കഴിക്കട്ടെ പാവം. പക്ഷേ ഇതിനിടയ്ക്ക് ഈ ഷാനവാസിനോടുള്ള ഹെയ്റ്റ് വീണ്ടും എന്തിനാണ് നെവിൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാവിലെ അവിടെയൊക്കെ നടന്ന് പറയുന്നത് കേട്ടു, അതായത് എല്ലാവരും എന്നെ നോമിനേറ്റ് ചെയ്യൂ, ഇത്രയും വൃത്തികെട്ട ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്ത് എനിക്ക് നിൽക്കണ്ട. എന്താണ് നെവിൻ ഉദ്ദേശിക്കുന്നത്? നെവിൻ്റെ മനസ്സിൽ ലാലേട്ടൻ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ ഷാനവാസിനെ പിടിച്ച് അങ്ങോട്ട് മറ്റേ കീറി വിടും എന്നാണ് നെവിൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് സംഭവിച്ചില്ല. ലിറ്ററലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ലാലേട്ടൻ ഈ ഒരു കേസ് ഒരു പരിധിയിൽ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയാൽ നെവിൻ തന്നെ നാറും. കാരണം ഷാനവാസിൻ്റെ, ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഷാനവാസിൻ്റെ ഇഷ്ടമാണ് ഷാനവാസിൻ്റെ ദേഹത്ത് ആര് തൊടണം, അല്ലെങ്കിൽ ആരെങ്കിലും തൊടുമ്പോൾ ഷാനവാസിന് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയും. ഇതൊക്കെ ഷാനവാസിൻ്റെ ഇഷ്ടമാണ്. നെവിൻ കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ എല്ലാവരുടെ അടുക്കലും ചാടിക്കേറി അങ്ങോട്ട് ചെന്ന് മറ്റേ എൻ്റർടൈനർ ആണെന്ന് പൊതുവേ മനസ്സിലാക്കി, അല്ലെങ്കിൽ ജനങ്ങളിലോട്ട് തള്ളി വിട്ടിട്ട് എല്ലാവരുടെ അടുക്കലും ഒരേപോലെ കയറി ചെന്ന് ദേഹത്ത് തൊടുക, കെട്ടിപ്പിടിക്കുക, അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അത് നെവിനാണ് മനസ്സിലാക്കേണ്ടത്. അത് നെവിൻ എന്ന് മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇന്നും രാവിലെ നമ്മുടെ ലക്ഷ്മി അടുക്കലൊക്കെയാണ് കൂടുതലും ചെന്നിരുന്നത്. ലക്ഷ്മി പിന്നെ കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, നല്ല കണ്ടസ്റ്റൻ്റ് ആണ് നെവിൻ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നെവിനടുക്കെ നമ്മുടെ ലക്ഷ്മി അടുക്കലൊക്കെ ഇങ്ങനെ നടന്ന് ഈ സാധനം പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. രാവിലെ കിച്ചണിൽ ഇങ്ങനെ നിന്ന് പറയുകയാണ്, അവനെ ഞാൻ വെറുതെ വിടത്തില്ല. കേരളത്തിലെ എല്ലാ വേസ്റ്റും ഡംപ് ചെയ്യുന്ന സ്ഥലം, അത് ഇതിലും വൃത്തിയുണ്ട് എന്നുള്ളൊരു സാധനമൊക്കെ നെവിൻ രാവിലെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞൊരു ടോപ്പിക്കാണ്, ഷാനവാസ് നെവിൻ വിഷയം. അത് നിർത്തുക. അത് വീണ്ടും നെവിൻ തന്നെ ഈ ചുരണ്ടി അത് വീണ്ടും കണ്ടന്റ് ആക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജനങ്ങൾ നെവിനെ വെറുക്കും. നെവിനൊരു സാധനം ഉള്ളിലുണ്ട്, അതായത് നെവിനൊരു എൻ്റർടൈനർ ആണെന്ന് ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നെവിനെ എന്നും മറ്റേ വോട്ട് കുത്തി അങ്ങ് നിർത്തും എന്നുള്ളൊരു സാധനം നെവിൻ്റെ മനസ്സിലുണ്ട്. അത് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഇനി അതൊന്നും വർക്കൗട്ട് ആവത്തില്ല. ഇനി നല്ല ഗെയിം കളിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് പണിയാകും. അപ്പോൾ എന്താണെങ്കിലും ബിഗ് ബോസ് ഇതൊക്കെ കഴിയുമ്പോൾ രാവിലെ എല്ലാവരും അവിടെ തിരിഞ്ഞ് നടപ്പുണ്ട്. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, മക്കളെ എല്ലാവരും വാ, ലിവിംഗ് റൂമിൽ വന്നിരിക്കെ, നമുക്ക് പണിയുണ്ട്, നോമിനേഷൻ സമയമായി എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും പിടിച്ച് ലിവിംഗ് റൂമിലിരിക്കുന്നു. അപ്പം അനീഷേട്ടൻ ഇപ്പോൾ മറ്റേ നോമിനേഷൻ പവർ വീണ്ടും കിട്ടിയല്ലോ. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ആ പവർ തിരിച്ചു കൊടുത്തല്ലോ. ഒരുപാട് ഉത്തരങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അനീഷിന് അത് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ബുദ്ധിപരമായിട്ടുള്ളൊരു ഗെയിമാണ്. അവരുടെ ആ ഒരു സ്റ്റോറി ലൈനിൽ പ്രോപ്പറായിട്ട് പോകണമല്ലോ. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, അനീഷിനോട് തന്നെ ചോദിക്കുന്നു, അനീഷിന് ഓപ്പൺ നോമിനേഷൻ വേണോ, ക്ലോസ് നോമിനേഷൻ വേണോ? അതായത് നമ്മുടെ കൺഫെഷൻ റൂമിൽ വന്നിട്ട് നോമിനേഷൻ്റെ ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് പറയണോ, അതോ പുറത്ത് നിന്ന് പറയണോ? കാരണം കഴിഞ്ഞ ആഴ്ച ഓപ്പൺ നോമിനേഷൻ ചെയ്തവർ ഈ ആഴ്ച ക്ലോസ് നോമിനേഷനാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച ക്ലോസ് നോമിനേഷൻ, അതായത് നമ്മുടെ കൺഫെഷൻ റൂമിൽ പോയവർ ഇന്ന് ഓപ്പൺ ആയിട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊന്നും അനീഷ് ചെയ്തില്ലല്ലോ. അപ്പോൾ അനീഷിന് തന്നെ വിട്ടുകൊടുത്തു. ബിഗ് ബോസിന് അറിയാം, ഒരിക്കലും അനീഷ് ക്ലോസ് നോമിനേഷൻ ചൂസ് ചെയ്യില്ല. ബിക്കോസ് ഹി നീഡ് കണ്ടന്റ്, ഹി നീഡ് ടു ഗിവ് കണ്ടന്റ്. അത് അനീഷിന്റെ മനസ്സിലുള്ളൊരു വ്യക്തിയാണ് അനീഷ്. പിന്നെ ഈ ഒളിച്ചിരുന്നും മറച്ചിരുന്നും പറയുന്നതിനോട് അനീഷിന് താല്പര്യമില്ല. അനീഷ് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് തന്നെ സംസാരിക്കും. അത് ബിഗ് ബോസിനും അറിയാം. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ആയിട്ട് ചൂസ് ചെയ്തില്ല, നീ ഓപ്പൺ ആയിട്ട് പറയണോ അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ട് പറയണോ എന്ന് അനീഷിനോട് ഓപ്ഷൻ കൊടുത്തു. അനീഷ് പറഞ്ഞു, ബിഗ് ബോസേ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞോളാം, ഒരു കുഴപ്പമില്ല. എന്നിട്ട് അനീഷ് നിന്ന് സംസാരിക്കുന്നുണ്ട്. അനീഷ് ഓപ്പൺ നോമിനേഷൻ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഷാനവാസ് ആണ് കേട്ടോ നോമിനേറ്റ് ചെയ്യാൻ വരുന്നത്. അനീഷ് പറയുന്നത് നമുക്ക് പറയാം, അത് പറയേണ്ട കാര്യം തന്നെയാണ്. ഫസ്റ്റ് ഷാനവാസ് ആണ് വരുന്നത്. ഷാനവാസ് നെവിൻ്റെ പേര് പറഞ്ഞേ ഇല്ല. ഷാനവാസ് ആ ടോപ്പിക്കേ വിട്ട് കളഞ്ഞു.
അതാണ് നെവിൻ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഷാനവാസ് അത് മറന്നു കഴിഞ്ഞു. പക്ഷേ ഇന്നും രാവിലെ ഇപ്പൊ അക്ബറും ഷാനവാസും എല്ലാം വീണ്ടും അത് അവിടുന്ന് ഇവിടുന്ന് കുത്തിപ്പൊങ്ങുന്നുണ്ട്. ഈ ടോപ്പിക്ക് കംപ്ലീറ്റ്ലി വിട്ടുകളയേണ്ട കാര്യമാണ്. ഇത് വീണ്ടും വീണ്ടും അവിടെ എവിടെയും സംസാരിച്ചത് കുത്തിപ്പൊക്കി വരുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇനിയിപ്പോൾ ഇത് കുത്തിപ്പൊക്കി അവർ തന്നെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ലാലേട്ടൻ ഈ ഒരു വിഷയത്തിൽ തലയിടും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു നാറിയ കേസാണ് അല്ലേ? നിങ്ങൾ തന്നെ പറ, ഇത് വിടുന്നതാണ് നല്ലത്. അപ്പോൾ എന്താണെങ്കിലും ഷാനവാസ് നെവിൻ്റെ പേരൊന്നും പറയുന്നില്ല. പക്ഷെ നെവിൻ വന്നിട്ട് ഷാനവാസിൻ്റെയും ആദിലയുടെയും പേരാണ് പറയുന്നത്. എനിക്ക് മനസ്സിലായില്ല. അതായത് നെവിൻ എന്തിനാണ് വീണ്ടും ഈ ഹെയ്റ്റ് മനസ്സിലിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? നെവിൻ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നെവിന് തന്നെ പണിയാവത്തേ ഉള്ളൂ. നെവിൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നെവിന് ചീത്തപ്പേര് കൂടത്തേ ഉള്ളൂ. കാരണം പ്രോപ്പറായിട്ട് ലാലേട്ടൻ ഈ ക്വസ്റ്റ്യൻ ഇതിനകത്ത് എന്താണ് ഷാനവാസ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഷാനവാസ് പറഞ്ഞോടെ തന്നെ ഉറച്ചു വെക്കും. അവൻ എൻ്റെ ബെഡിൽ കിടന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ ദേഹത്ത് അവൻ്റെ തൊടല് അത് മോശമായിരുന്നു എന്ന് ഷാനവാസ് പറഞ്ഞാൽ പിന്നെ അവിടെ വേറെ ഒന്നും ചോദിക്കാനോ തെളിവെടുക്കാനോ ഒന്നുമില്ല. അത് നെവിൻ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്ക് അറിയത്തില്ല. ഷാനവാസ് പിന്നെ പുറകെ പോയി നെവിനെ മറ്റേ ടോർച്ചർ ചെയ്യോ അല്ലെങ്കിൽ അവൻ്റെ പേര് പറഞ്ഞ് അവൻ ഇങ്ങനെ ചെയ്തു പറഞ്ഞ് നടക്കുന്നൊന്നുമില്ല. ഷാനവാസ് അവനെ ഉപദ്രവിക്കണം എന്നില്ല. പക്ഷെ നെവിൻ്റെ മനസ്സിൽ അവനെ ഞാൻ വെച്ച് താങ്ങും, ആ ഒരു മൂടാ. അത് നെവിന് പണി കിട്ടും, ഉറപ്പായിട്ടും പണി കിട്ടും. നെവിൻ വന്നിട്ടാണെങ്കിലും ഷാനവാസിൻ്റെ പേരും ആദിലയുടെ പേരും ഒക്കെ പറയുന്നുണ്ട്. ആദിലയുടെയൊക്കെ നല്ല രീതിയിൽ കമ്പനി ആയിട്ടുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു സ്കലിപ്പ് കിടപ്പുണ്ട്. അത് നെവിൻ നോമിനേഷനിൽ കാണിക്കുന്നുണ്ട്. കാണിച്ചോട്ടെ, ഇനി അവനോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്റർടൈനർ എന്ന് പറഞ്ഞു കടന്ന് അധികം വൈകാതെ എന്റർടൈൻമെന്റ് ഇങ്ങനെ പുറത്തു വരാനുള്ള സാധ്യത ഞാൻ കാണുന്നു. അപ്പോൾ എന്താണെങ്കിലും അനീഷ് വരുന്നു. അനീഷ് വന്നിട്ട് ആദിലയുടെയും ലക്ഷ്മിയുടെയും പേരാണ് പറയുന്നത്. അതിനകത്ത് നെവിൻ്റെ കേസ് വെച്ച് നെവിൻ ഷാനവാസ് വിഷയത്തിൽ ആദിലയുടെ ഒരു കളിയുണ്ടല്ലോ, ആ കളിയാണ് നമ്മുടെ അനീഷ് ഏട്ടൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത് അനീഷ് ഏട്ടൻ പ്രോപ്പറായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നെവിൻ ഇഷ്യൂവിൽ മറ്റേ അടിച്ച് ലൈക്ക് ആദിലെ പോലൊരു വ്യക്തി, ഇത്രയും നൂറയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തൊരു വ്യക്തി, അങ്ങനെ ഒരാൾ വന്നിട്ട് ഈ നെവിനെ ഇങ്ങനെ പറയുക എന്ന് പറയുന്നതിനോട് യോജിക്കുന്നില്ല. അനീഷ് പറയുന്നുണ്ട്. അത് അനീഷ് പറയുന്നു നെവിൻ മറ്റേ പാതാളത്തിലേക്ക് പോയതുപോലെയൊക്കെ എനിക്ക് തോന്നിപ്പോയി. അത് വളരെ മോശമായി പോയി ചെയ്തത്. ഞാൻ ആദിലയൊക്കെ ആദ്യമേ കണ്ടപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഒരു സ്ട്രോങ്ങും അല്ല, ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ആണ് ആദില എന്ന് അനീഷ് ഏട്ടൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പറയുന്നൊരു കാര്യമായത്, നൂറ ഉള്ളത് കൊണ്ട് ആദില, അല്ലെങ്കിൽ ആദില ഇല്ല. ആദിലയ്ക്ക് ഒരു ഗെയിമും ഇല്ല, ഒരു വാഴക്കയും ആദിലയ്ക്ക് മനസ്സിലാവുന്നില്ല എന്താ അവിടെ സംഭവിക്കുന്നതെന്ന്. ഇത് കഴിയുമ്പോഴത്തേക്ക് ആദില വരുന്നുണ്ട്. ആദില നോമിനേറ്റ് ചെയ്യാൻ വന്നിട്ട് അനീഷേട്ടൻ്റെ പേര് പറയുന്നുണ്ട്. അനീഷേട്ടൻ്റെ പേരും ജിഷിൻ്റെ പേരാണ് ഫസ്റ്റ് പറയുന്നത്. ജിഷിൻ്റെ കാര്യം ഓക്കെ വിടുക. അനീഷേട്ടൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അനീഷേട്ടൻ പറഞ്ഞ എന്നെ നോമിനേറ്റ് ചെയ്തപ്പോൾ, അനീഷേട്ടൻ ഓപ്പൺ നോമിനേഷൻ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ അനീഷേട്ടൻ്റെ പേര് പറഞ്ഞ റീസൺ പൊട്ടത്തറമായിട്ട് തോന്നി എന്നൊക്കെ പറഞ്ഞു. പൊട്ടത്തറമായിട്ട് എനിക്കങ്ങനെ പൊട്ടത്തരമായിട്ടൊന്നും തോന്നിയില്ല. അനീഷ് പറഞ്ഞത് കറക്റ്റ് പോയിന്റ്സ് ആണ്. പിന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ ടാസ്ക് ഏത് ടാസ്ക് ആണെങ്കിലും അത് അതിൻ്റെ ലാഘവത്തിൽ എടുക്കാൻ പുള്ളിക്ക് അറിയത്തില്ല. ഈ ശോഭാ മാഡമൊക്കെ വന്നപ്പോഴത്തേക്ക് മറ്റേ മേക്കപ്പ് ഇട്ട് അനീഷിന് ഒരു പരിപാടി ചെയ്തില്ലേ, അപ്പം പിന്നെ സമരം ആ ഒരു ടാസ്കിൻ്റെ ഇടയ്ക്ക് അതൊക്കെ കറക്റ്റായിട്ട് ഗെയിം അറിയാത്തത് കൊണ്ടാണ് എന്നൊക്കെയാണ് ആദില പറയുന്നത്. സത്യം പറഞ്ഞത് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി. അത് വേറൊന്നും കൊണ്ടല്ല, ആദിലയ്ക്ക് എന്ത് ഗെയിമാണ് അവിടെ അറിയാവുന്നത്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ത് ഗെയിമാണ് ആദിലയ്ക്ക് അവിടെ ഉള്ളത്? നൂറ പറഞ്ഞു കൊടുക്കും എങ്ങനെ കളിക്കണം, എന്താണ് ആൾക്കാരുടെ മെൻറ്റാലിറ്റി എന്ന്. നൂറ രാത്രിയിലിരുന്ന് ചെവിയിൽ ഓതിക്കൊടുക്കും. അത് വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ആദില. അല്ലാതെ ഒരു ഗെയിമും ആദിലയ്ക്കില്ല. പിന്നെ ശോഭാ മാഡത്തിൻ്റെ കേസ് വന്നപ്പോഴത്തേക്ക് മറ്റേ മേക്കപ്പ് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അനീഷേട്ടനെ പൊട്ടിയത്, അനീഷേട്ടന് പൊളിഞ്ഞു. എനിക്കതിനകത്ത് തെറ്റൊന്നും തോന്നുന്നില്ല. കുറേ നേരം ഗസ്റ്റ് കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് നിന്ന് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ മനസ്സിൽ കിടന്ന് പുള്ളിക്ക് പുള്ളി വിളിച്ചു കൂവി. പിന്നെ പുള്ളിക്ക് കണ്ടന്റ് വേണം, പുള്ളി അതിനകത്തൊന്ന് കണ്ടന്റ് ഉണ്ടാക്കി. അത്രേ കാണുന്നുള്ളൂ. അങ്ങനെ എനിക്ക് കാണാൻ തോന്നുള്ളൂ. പിന്നെ എവിടെയോ അനീഷിന് ഒരു ചെറിയ സങ്കടം തോന്നി. ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ അനീഷിന്റെ കണ്ടന്റ് ആയിരിക്കാം അടുത്ത ദിവസം മാപ്പ് പറഞ്ഞത്. അനീഷ് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് കുഞ്ഞേ. നീ എന്ത് കണ്ടന്റാണ് ഉണ്ടാക്കുന്നത്? നീ അവിടെ എവിടെയും പോയിരുന്ന് കുറ്റവും കുറവും പറഞ്ഞ് അവിടുത്തെ ഇവിടെ കുത്തി, ഇവിടുത്തെ അവിടെ കുത്തി, മറ്റോടത്ത് കുത്തി, ഇങ്ങനെയുള്ളൊരു കളിയാണ് ആദില കളിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോകുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. അധികം നാൾ പോകത്തില്ല. ആദില നൂറെ നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ, ഞാൻ പറയുകയാണ്, ഇവർ രണ്ടുപേരിൽ ഒരാൾ ആദ്യമേ പോകുന്നുണ്ടെങ്കിൽ അത് ആദില ആവാനാണ് സാധ്യത. ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്, എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. പ്ലീസ് ജനങ്ങളെ നിങ്ങൾ പറയുക. ഇനി ഞാൻ ചിന്തിച്ചു വെച്ചിരിക്കുന്ന തെറ്റാണോ എന്നൊന്നും അറിയണ്ടേ, മനസ്സിലായില്ലേ? എനിക്ക് ഇവരുടെ കളി കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. ആദില ഫസ്റ്റ് പോകും, നൂറ പിന്നെ നിൽക്കും. കാരണം നൂറയ്ക്ക് ഐഡിയ ഉണ്ട്, ആദിലയ്ക്ക് അതില്ല.
ഈ അനീഷിനെയൊക്കെ വീണ്ടും വീണ്ടും അനീഷ് പറഞ്ഞ തെറ്റാണ്, ഇത്രയും നെറുകേട് കാണിച്ചിട്ട് അനീഷ് പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് എന്താണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഒരു തെറ്റിദ്ധരിപ്പിക്കലിന്റെ ആവശ്യമില്ല. അതിലെന്താണെന്ന് കറക്റ്റായിട്ട് ജനങ്ങൾക്ക് പോർട്രേറ്റ് ആയി മനസ്സിലായി കഴിഞ്ഞു. ഇനി അതിനകത്ത് ആദ്യം കിടന്ന് എന്ത് കാണിച്ചിട്ടും കാര്യമില്ലടേ. പിന്നെ ലക്ഷ്മി വരുന്നുണ്ട്. ലക്ഷ്മി വന്നിട്ട് എല്ലാവരും വന്ന് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാവരുടെയും കാര്യങ്ങളൊന്നും പറയുന്നില്ല, കുറച്ച് ഞാൻ നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ ലക്ഷ്മി വന്നിട്ട് ജിസൈലിൻ്റെയും ജിഷിൻ്റെയും പേര് പറയുന്നുണ്ട്. ഇവരെ രണ്ടുപേരുടെ പേര് പറഞ്ഞ് നോമിനേറ്റ് ചെയ്യാനുള്ളൊരു കാരണം അത് പ്രോപ്പറായിട്ടാണ് ലക്ഷ്മി പറഞ്ഞത്. ഇവർ ഈ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നും പറഞ്ഞ് കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അവിടെ നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന രണ്ട് പേര് തന്നെയാണ് ജിഷിനും ലക്ഷ്മിയും. പ്രത്യേകിച്ച് ജിഷിൻ ഇടയ്ക്കിടയ്ക്ക് അവൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ലേ, നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലേ. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനാണ് അവൻ അതിനകത്ത് പോയത്. ഇറങ്ങി പോരാ, അവർ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോളും. ഈ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നത് എന്തിനാണെന്ന് അനുമോളുടേലും ഉണ്ട്. അനുമോളും ഇടയ്ക്കിടയ്ക്ക് പറയും, മറ്റേ 11 വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ, 11 വർഷമായി ഇൻഡസ്ട്രിയിൽ. കുറേ തവണ ഞാൻ തന്നെ ഇത് കേട്ട്. എന്തിനാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നത്? മനസ്സിലാവുന്നില്ല. ജിസിന്റെ കേസിൽ ഇത് തന്നെ. ജിസിന് ഇടയ്ക്കിടയ്ക്ക് പറയും, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലേ. പിന്നെ ജിസൈലിന്റെ കാര്യത്തിൽ പറയുന്നുണ്ട്, ജിസൈൽ വേറെ ഈ വെസൽ ടീം അല്ലെങ്കിൽ ടോയ്ലറ്റ് ടീം അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ജിസൈലിന് പണിയെടുക്കാൻ കഴിയത്തില്ല. കുക്കിങ്ങിന് ചപ്പാത്തി കറി ഉണ്ടാക്കുക, ഇതൊക്കെ അതേ ജിസൈലിനെ കൊണ്ട് പറ്റുള്ളൂ. അതൊക്കെ പിന്നെ ബാക്കി ഈ കക്കൂസ് കഴുകാനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ആര്യൻ ചെന്നം കൊണ്ട് കഴുകി കൊടുക്കും. അത് ഞാൻ പറയാം, വെയിറ്റ് ചെയ്യും. അപ്പോൾ അതിനുശേഷം ആര്യനാണ് വരുന്നത്. ആര്യൻ വന്നിട്ട് അനീസിന്റെ പേര് ഓപ്പൺ നോമിനേഷനിലാണ്. അനീസിന്റെ പേര് പറയുന്നുണ്ട്. ഞാനിപ്പോൾ പേര് പറഞ്ഞുടനെ എൻ്റെ തലയിൽ പോയത് എന്താണെന്നറിയോ, ഇവന് അനീഷിന്റെ പേര് മാത്രമേ അവിടെ അറിയത്തുള്ളൂ. അല്ല, അനീസിന്റെ പേര് മാത്രമേ അറിയത്തുള്ളൂ. കുറേ ആയിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. ഏത് നോമിനേഷൻ വന്നാലും അനീഷ് ആണെങ്കിൽ അത് വിട്ട് ഈ കേസ് അനീഷ് വിട്ട് ആര്യൻ്റെ പേര് പോലും പറയുന്നില്ല. പോടാ, ഇവന് മൂടാ അനീഷിന്. പക്ഷെ ഇവൻ വന്നിട്ട് ഇവൻ എന്തിനാണ് അനീഷിന്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും ആര്യൻ മാത്രമല്ല 4 പേര് പറഞ്ഞിട്ടുണ്ട്. 4 വോട്ടിലാണ് അനീഷ് നോമിനേഷനിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ ആര്യൻ ഇവൻ എപ്പോഴും അനീഷിന്റെ പേര് മാത്രമേ ഉള്ളടേ, എപ്പോഴും. ഇവന്റെ വിചാരം എന്താ, അനീഷിന്റെ പേര് അങ്ങോട്ട് പറഞ്ഞ് നോമിനേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അനീഷ് പുറത്തു വരുമെന്നോ? ഇവൻ ഇത്രയും ഇവൻ അനീഷിന്റെ പേര് പറഞ്ഞ് അനീഷിന്റെ നോമിനേഷനിൽ ഇട്ടിട്ട് ഇവന് മനസ്സിലാവുന്നില്ല അനീഷിന്റെ വോട്ടുണ്ടാവും കയറി പോകുന്നുണ്ടെന്ന്. ഈ പൊട്ടൻ എന്താ അത് മനസ്സിലാവാത്തത്? എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ എന്താണെങ്കിലും അത് കഴിഞ്ഞ് ബിന്നി വരുന്നുണ്ട്. ബിന്നി ആര്യൻ്റെ പേര് പറയുന്നുണ്ട്. അവൻ എന്നിട്ട് ഈ ആര്യൻ എന്നിട്ട് അനീഷിൻ്റെ പേര് പറഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അനീഷ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ സത്യസന്ധനാണെന്ന് എന്ന് പറയുന്നത് വെറുതെ കള്ളമാണ്, ഇവിടെ എല്ലാവരും ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ കുഞ്ഞു കള്ളമേ ഉള്ളൂ, ഞാനൊക്കെ വളരെ മാന്യനാണ്, ഞാനൊക്കെ ജെന്യൂൻ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആര്യം പറഞ്ഞപ്പോഴത്തേക്ക് അടുത്ത വന്ന ബിന്നി ഓപ്പൺ ഡൗണിലല്ല, ബിന്നി എനിക്കൊന്ന് ക്ലോസിലിരുന്ന് ബിന്നി പറയുന്നുണ്ട്, ആര്യൻ ചുമ്മാ തള്ളുന്നതാ ബിഗ് ബോസേ, ചുമ്മാ അവനാണ് ഇവിടുത്തെ ഏറ്റവും ഭൂലോക കള്ളൻ എന്നൊക്കെ ബിന്നി പറയുന്നുണ്ട്. ബിന്നി കറക്റ്റായിട്ട് പോയിന്റ് വെച്ച് കൊടുക്കും കേട്ടോ. പോയിന്റ് വെച്ചാണ് ബിന്നി പല കാര്യങ്ങളും പറയുന്നത്. തെറ്റായിട്ട് അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നോമിനേഷനിലൊക്കെ വരുമ്പോൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കറക്റ്റായിട്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് അബി വരുന്നുണ്ട്. അബി വന്നിട്ട് ആര്യൻ്റെ പേരാണ് പറയുന്നത്. ആര്യൻ്റെ പേര് പറയുമ്പം അബി പറയുന്നൊരു കാര്യമുണ്ട്, ഈ ജിസൈലിൻ്റെ പുറകെ അതേ ഉള്ളവൻ്റെ ഗെയിം, അതല്ലാതെ അവന് പ്രത്യേകിച്ചൊന്നും ഇല്ല. ജിസൈലിൻ്റെ അടിവസ്ത്രം കഴുകി കൊടുക്കുക, ജിസൈലിൻ്റെ തുണി കഴുകി കൊടുക്കുക, ജിസൈലിന് പറ്റാത്ത പണികളൊക്കെ ചെയ്തു കൊടുക്കുക, ഒരടിമ. അതാണ് നമ്മുടെ ആര്യൻ മോനെന്ന് വ്യക്തമായിട്ട് അബി എഴുതി ഒപ്പിട്ട് അടിവര ഇട്ട് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് നേരത്തെ തോന്നിയ കാര്യമാണ്, പക്ഷേ ഈ അടിവസ്ത്രമൊക്കെ ഇവ കഴുകി കൊടുക്കുന്ന കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അബി അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അടിവസ്ത്രം വരെ ഇവൻ കഴുകി കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ജിസൈൽ സത്യം പറഞ്ഞാൽ ഇവനെ ഒരു യൂസ് ആൻഡ് ചിലപ്പോൾ നല്ല സുഹൃത്തുക്കളായിരിക്കാം കേട്ടോ, അല്ലാതൊന്നും ഞാൻ പറയുന്നില്ല, നല്ല സുഹൃത്തുക്കളായിരിക്കാം. പക്ഷേ ആ ഒരു കോംബോ പിടിച്ചാണ് ഇവൻ അവിടെ നിൽക്കുന്നത്. കോംബോയിൽ മാത്രമാണ് ആര്യൻ നിന്ന് പോകുന്നത്, അല്ലാതെ ആര്യന് പ്രത്യേകിച്ച് ഗെയിം ഉണ്ടോ? ടാസ്കുകൾ വന്ന് അവനെ കൊണ്ട് കളിക്കാൻ പറ്റും, കാരണം നല്ല ഫിറ്റ്നസ് ഒരു ഫ്രീക്കാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ ടാസ്ക് ഒക്കെ നന്നായിട്ട് കളിക്കും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ആര്യനെ കൊണ്ട് പ്രത്യേകിച്ചൊരു ഒന്നും ഇല്ല. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നോമിനേഷനിൽ വന്നവർ നമ്മുടെ അക്ബർ, നൂറ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തു. നൂറയ്ക്ക് ആ പവർ ഉണ്ടല്ലോ, അപ്പം അക്ബറിനെയാണ് നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ ഈ കുത്തിത്തിരിപ്പിൻ്റെ കാര്യം അത് ബിന്നിയാണെന്ന് എല്ലാവരും പറയുമെങ്കിലും ബിന്നി അല്ല, അക്ബർ ആണെന്നാണ് നൂറ പറഞ്ഞത്. അക്ബർ, ആര്യൻ, ജിസൈൽ, സാബുമോൻ, ഷാനവാസ്, ആദില, അബി, ലക്ഷ്മി, ബിന്നി, അനീഷ്, ജിഷിൻ, ഇത്രയും പേര് നോമിനേഷനിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒനീൽ ക്യാപ്റ്റനാണ്, അതുകൊണ്ട് ഒനീൽ വന്നിട്ടില്ല. പിന്നെ നെവിൻ മാത്രമേ ഉള്ളൂ നോമിനേഷനിൽ വരാത്തത്. ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. നോമിനേഷനിൽ വന്നരാത്ത നെവിൻ അപ്പം അടുത്ത ആഴ്ച കൂടെ സേഫ് ആവും. പക്ഷേ ഇനിയും നോമിനേഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ ജിഷിൻ്റെ നമ്മുടെ നെവിൻ്റെ കാര്യം കുറച്ച് കഷ്ടമാകും. കാരണം കഴിഞ്ഞ ആഴ്ചയിലും നെവിന് കുറച്ച് വോട്ട് കുറവാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ നെവിൻ്റെ ഈ ഒരു ഗെയിം, ഈ ഷാനവാസ് കേസ് വിടേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ട് പഴയ പോലെ
നെവിൻ ഒരു എന്റർടൈനറായി മാറി ഗെയിം കളിച്ചാൽ അടിപൊളിയായിരിക്കും, കാണാൻ നല്ല രസം കാണും. ഇത് പക്ഷേ ഇപ്പോൾ ഇച്ചിരി ബോറായി വരുന്നുണ്ട് സത്യമായിട്ടും. ഇത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ, എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.